തെരഞ്ഞെടുപ്പുകൾ മുന്നിലെത്തി നിൽക്കുന്ന കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിനി ജീവൻ മരണ പോരാട്ടമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനും UDFനും സംബന്ധിച്ചിടത്തോളം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടിത്തട്ടിലുള്ള പ്രവർത്തനം കൊണ്ട് വിജയം കൈവരിച്ചിട്ട് വേണം അതും മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയാൽ അത് 6 മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതുകൊണ്ടാണ് നേതാക്കൾ ഇപ്പോൾ തന്നെ അരയും തലയും മുറുക്കി ഊണും ഉറക്കവുമില്ലാതെ രാവും പകലൊന്നുമില്ലാതെ കഷ്ടപ്പെട്ടു തുടങ്ങിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും PCC അധ്യക്ഷൻ K സുധാകരനും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ പ്രവർത്തനം അതിശക്തമായി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് ഒരു ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ പൂർണ്ണമായും തകർക്കാൻ കൊട്ടേഷൻ എടുത്തതുപോലെ ഒരു പ്രമുഖ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, നിരന്തരം കോളുകൾ വരികയാണ്. ഞങ്ങൾക്ക് പ്രവർത്തകർ നിരന്തരം ആവശ്യപ്പെടുകയാണ്. ഉണ്ണിത്താനെ തുറന്നുകാട്ടി കാസർഗോട്ടെ പാർട്ടിയെ രക്ഷിക്കാൻ കൂടെ നിൽക്കണം എന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. അതായത് അല്പന് രാജ്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കും എന്ന് കേട്ടിട്ടില്ലേ? അതിനേക്കാളും കഷ്ടമാണ് പ്രവർത്തകർ പറയുന്ന കാര്യം. പാർട്ടി പ്രവർത്തകരെ പുലഭ്യം പറഞ്ഞ് കാസർഗോട്ടെ പാർട്ടിയെ തകർക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ണിത്താൻ ചെയ്യുന്നതെന്നാണ് ഞങ്ങളോട് പറയുന്ന പരാതി. ഏറ്റവും കഴിവുകെട്ട DCC പ്രസിഡന്റുമാരിൽ ഒരാളെന്ന് AICC തന്നെ കണ്ടെത്തിയ കാസർഗോട്ടെ PK ഫൈസലിനെ സ്ഥാനം തെറിപ്പിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്തിയാണ് കാസർഗോട്ടെ കോൺഗ്രസിനുള്ളിൽ ഉണ്ണിത്താന്റെ കോളനി വാഴ്ച മുഴുവൻ നടത്തുന്നത് എന്നാണ് പ്രവർത്തകർ പറയുന്നത്. കാണാൻ പോയ പ്രവർത്തകർക്ക് തെറിവിളി, ഫോണിൽ വിളിച്ചാലും തെറിവിളി. പണ്ട് ബ്രിട്ടീഷുകാർ കോളനി വാഴ്ച നടത്തുകയും നാട്ടിലെ കുറച്ചു പ്രമാണിമാരെ മാത്രം കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യുന്നത് പോലെയാണ് കാസർഗോട്ടെ സ്ഥിതി. അധികാരമോഹികളായ കുറച്ചുപേർ മാത്രം ഒപ്പം പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നാണ് പ്രവർത്തകർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചു പഞ്ചായത്തെങ്കിലും പാർട്ടി ജില്ലയിൽ ഭരിക്കുന്നുണ്ട്. ഈ പോക്ക് പോയാൽ പലതും നഷ്ടപ്പെടാനാണ് സാധ്യത. മുസ്ലിം ലീഗിന്റെ ഔദാര്യത്തിൽ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ഉള്ളൂ എന്ന സ്ഥിതിയിലായിരിക്കുന്നു. K നീലകണ്ഠൻ, ഖാദർ മാങ്ങാട്, ഹക്കീം കുന്നിൽ തുടങ്ങിയ കഴിവുള്ള നേതാക്കന്മാർ പലരും ഉണ്ടെങ്കിലും തന്നെ വോട്ടിൽ തോൽപ്പിക്കാൻ നോക്കി തുടങ്ങിയുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി അവരെ ഒതുക്കുകയാണ് ഉണ്ണിത്താൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പ്രവർത്തകരുടെ വികാരവും പ്രതീക്ഷയും പൂർണ്ണമായും തകർത്തു കളയുകയാണ് കാസർഗോട്ട് ഉണ്ണിത്താൻ എന്നാണ് പ്രവർത്തകർ ഞങ്ങളോട് പറയുന്നത്. ഇതെല്ലാം ശരിയാണോ എന്നറിയാൻ ഞങ്ങൾ കുറെ അന്വേഷണം നടത്തി. അപ്പോൾ ചിലർ പറഞ്ഞ യാഥാർത്ഥ്യമാണ് ഈ വാർത്ത ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. അതായത് സ്വന്തം ജന്മനാടായ കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ സ്ഥാനാർത്ഥിയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. 2016 മേഴ്സിക്കുട്ടിയമ്മയോട് തോറ്റത് 33,000 വോട്ടുകൾക്കായിരുന്നു. കുണ്ടറയുടെ ചരിത്രത്തിൽ ഒരാൾക്കും അത്ര വലിയ തിരിച്ചടി നൽകിയിട്ടില്ല ആ നാട്. നാട്ടുകാർ നൽകിയ തോൽവിയാണത്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ തിരിച്ചറിയേണ്ടതായിരുന്നു. പക്ഷേ നേതാക്കളുടെ ജാതകം തന്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞു നടക്കുന്ന ഉണ്ണിത്താൻ MP യഥാർത്ഥത്തിൽ അത്തരം നേതാക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്തു നേടിയെടുക്കുന്നതാണോ ഈ സീറ്റ് കാസർഗോട്ടേത് എന്നാണ് ചിലരും പറയുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ കേരളത്തിൽ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള മത്സരമായിരുന്നു. 20-ൽ 19 UDF ജയിക്കുമ്പോൾ അതിൽ ഉണ്ണിത്താനും പെട്ടു. രമ്യ ഹരിദാസും ശ്രീകണ്ഠനുമെല്ലാം ജയിച്ചത് CPMന്റെ കോട്ടയിൽ നിന്നാണ്. അതുതന്നെയാണ് കാസർഗോട്ടും സംഭവിച്ചത്. സ്വന്തം നാട്ടുകാർ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയെ രണ്ടും കയ്യും നീട്ടി സ്വീകരിച്ചതാണ് കാസർഗോട്ടെ കോൺഗ്രസിന് പറ്റിയ തെറ്റെന്നാണ് കുണ്ടറക്കാർ തന്നെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണിത്താനെ കൊല്ലം DCCയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതും അവിടുത്തെ കോൺഗ്രസുകാരാണ്. അതേതായാലും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഏതായാലും കാസർഗോട്ടെ കോൺഗ്രസ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. വാക്കുകൾ കൊണ്ട് പ്രകമ്പനം കൊള്ളിക്കുമ്പോഴും പാർട്ടിയെ ഉപ്പുവെച്ച കലം പോലെയാക്കുകയാണ് കാസർഗോട്ട്. അതെല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് പലരും വിളിച്ച് ഞങ്ങളെ ഈ വിവരം അറിയിക്കുന്നത്. എന്നാൽ ഉണ്ണിത്താന്റെ കോളനി വാഴ്ചയ്ക്കെതിരെ പ്രതികരിക്കുന്നതിന് പകരം പ്രവർത്തകരെല്ലാം പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന വളരെ ഗൗരവമേറിയ കാര്യമാണ് കാസർഗോട്ടെ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി നേതൃത്വം ഇടപെട്ടില്ല എങ്കിൽ പണിപാളും. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, ജില്ലയിലെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നിയമസഭയിൽ UDF ജയിച്ചത് വെറും 750 വോട്ടുകൾക്കാണ്. മുസ്ലിം ലീഗിലെ AKM അഷറഫ് BJPയിലെ K സുരേന്ദ്രനെയാണ് തോൽപ്പിച്ചത്. ഉണ്ണിത്താന്റെ ഇത്തരം സമീപനം കോൺഗ്രസുകാരെ നിർജീവമാക്കിയാൽ മഞ്ചേശ്വരം വർഗീയ ശക്തികൾ കൈയടക്കും. ഉണ്ണിത്താൻ പൊടിയും തട്ടി കൊല്ലത്തേക്ക് വണ്ടി കയറും. പക്ഷേ അനുഭവിക്കുന്നത് കാസർഗോട്ടുകാരാണ്. പ്രവർത്തകരുടെ ഈ വികാരം
മീഡിയ ഗ്രാമം പങ്കുവച്ചത് കോൺഗ്രസ് എന്ന മതേതര പ്രസ്ഥാനം ഈ മണ്ണിൽ നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പാർട്ടി നേതൃത്വം ഗൗരവത്തോടെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.